എൻ്റെ പേര് അനറ്റ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോയ്സ്. ഞങ്ങൾ വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്, നെല്ലിപ്പാറ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. ഹസ്ബൻഡിൻ്റെ ഒരു ജോലിയുടെ കാര്യത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. ഹസ്ബൻഡ് ഒരു 9 വർഷമായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. 2023 മെയ് 3-ന് സഡനായിട്ട് ഹസ്ബൻഡിൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. അന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനി നാളെ തൊട്ട് ജോലിയില്ല, ജോലിക്ക് വരണ്ട. കാരണം 9 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയിൽ നിന്ന് സഡനായിട്ട് പറയുമ്പോൾ അത് എത്രമാത്രം വലിയൊരു ദുരന്തമാണെന്നുള്ളവരെ നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 15/4/2019 തൊട്ട് ഉടമ്പടിയിലുള്ള ആളാണ്. ഉടമ്പടി പുതുക്കുകയും തുടർന്ന് പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എന്നെ ഒന്ന് കൃപാസനത്തിൽ കൊണ്ടുപോകണം, അത് മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ 6-ാം തീയതി ഇവിടെ വന്നു. ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിയിട്ട് പോയി. വേറെ കാര്യമായിട്ടൊന്നും അമ്മയോട് പറഞ്ഞില്ല. പുതിയ ജോലി വേണമെന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല. അമ്മയ്ക്കെല്ലാം അറിയാമല്ലോ, ആ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അത് പറഞ്ഞ് ഉടമ്പടി പുതുക്കി ഞങ്ങൾ തിരിച്ചു പോയി. ഹസ്ബൻഡ് ജോലിക്കെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് പറയുന്നുണ്ട്, എടി ഇനി ഒരിക്കലും ആ ഒരു പോസ്റ്റിൽ അങ്ങനത്തെ ഒരു ജോലി ഇനി കിട്ടാൻ സാധ്യതയില്ല. ഇനി അഥവാ എങ്ങാനും ജോലി കിട്ടിയാലും ഈ സെയിം സാലറിയും കിട്ടിയാല, പോസ്റ്റ് ആണെങ്കിലും ഇതിലും താഴെയുള്ള പോസ്റ്റിലേ കിട്ടുകയുള്ളൂ. ഏതായാലും സാരമില്ല, നമുക്ക് വരുന്നതിന് ജോയിൻ ചെയ്യാമെന്നുള്ള രീതിയിൽ ഹസ്ബൻഡും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി. രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണേലും അതെല്ലാം പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. ഉടമ്പടി ധ്യാനം കൂടും. ഞാൻ സാക്ഷ്യം കാണുന്നതെല്ലാം ഹസ്ബൻഡിന് അയച്ചു കൊടുക്കും. ആ സമയത്ത് ഒത്തിരി ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി കിട്ടിയത് അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഹസ്ബൻഡ് അയച്ചൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം തുടർന്നു കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് തീരുമാനമൊന്നും ആവുന്നില്ല. പക്ഷേ ഹസ്ബൻഡ് അപ്ലൈ ചെയ്ത ഒരു ജോലിയിൽ നിന്ന് ഇവർ പെട്ടെന്ന് വിളിച്ചു. ഒരു 74-ാമത്തെ ദിവസമായപ്പോഴേക്ക് ഹസ്ബൻഡിന് പുതിയൊരു കമ്പനിയിലോട്ട് ജോലി കിട്ടി. അതും ഇതിനേക്കാളും കൂടുതൽ സാലറിയിലും ഈ സെയിം പോസ്റ്റിൽ തന്നെയാണ് ഹസ്ബൻഡ് ജോലി കിട്ടിയത്. അത് കിട്ടിയപ്പോൾ തന്നെ ഹസ്ബൻഡിന് ആകെപ്പാടെ അങ്ങനെയല്ല, പുള്ളി അത്രയ്ക്കും ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, അത് അമ്മ മാതാവ് തന്നതാണ്. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വരുന്ന ഉടമ്പടി ധ്യാനത്തിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ എത്ര ദുരന്തത്തിലാണെങ്കിലും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പ്രതിസന്ധികളുണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ എത്ര ദുരന്തം വന്നാലും ദൈവത്തോട് ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ഏശയ്യ 41:10 പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സമർപ്പിക്കേണ്ട, ഞാനാണ് നിന്റെ ജീവൻ, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തി സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അതുപോലെ വേറൊരു വചനമാണ് 1 പത്രോസ് 5:6, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവേ, അവിടുത്തെ തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും, നിൻ്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കും, അവിടെ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിനറിയാം എന്താണ് നല്ലത്, ഏതാണ് വേണ്ടാത്തതെന്ന്. ഹസ്ബൻഡ് അതിനുശേഷം ജോലിക്ക് ജോയിൻ ചെയ്തു. അതിന് മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിലേക്കാളും പ്രമോഷനാണെങ്കിലും എല്ലാം ഹസ്ബൻഡിന് നല്ലൊരു പോസ്റ്റിലോട്ടാണ് ഹസ്ബൻഡ് ആ ജോലിയിലേക്ക് കയറിയത്. അടുത്തത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെ കുറിച്ച് കാര്യമാണ്. ഉടമ്പടി പത്രം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോയി എല്ലാവർക്കും തന്നെ കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാവരോടും, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണുന്നവരോട് എല്ലാവരോടും അമ്മ മാതാവിനെക്കുറിച്ചും മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും എല്ലാവരോടും പറയാറുണ്ട്. മാതാവ് ചെറുതും വലുതോടും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ഒന്നും മാത്രമല്ല, നമ്മുടെ ഉടമ്പടി തൈലം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഉപ്പ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഒത്തിരി ചെറുതും വലുതുമായ ഒത്തിരി രോഗസൗഖ്യങ്ങളും എല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2024 ജപമാല റാലിയിൽ എനിക്ക് സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആണെങ്കിലും മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴൊക്കെ ഉടമ്പടി പുതുക്കാൻ എനിക്കിവിടെ വന്നാലും, ഉടമ്പടി പുതുക്കുന്ന ഹോളിൽ ഇരിക്കുമ്പോഴാണെങ്കിലും മാതാവിനെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്താണെങ്കിലും എനിക്ക് സുഗന്ധാഭിഷേകമൊക്കെ ലഭിക്കാറുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാർ, കാരണം ഓരോ ചുവടിലും മാതാവ് കൈപിടിച്ച് നടത്തുന്നതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 19-ാം തിരുവചനം, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ, ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. അനറ്റ് എന്ന ഈ സഹോദരി എൻ്റെ ജീവിത പങ്കാളിയുമായി വന്ന് സാക്ഷ്യം പറയുന്നത് കൃത്യമായും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഒരു വലിയ അടിസ്ഥാനത്തിലാണ്. ജോലി നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിനു മുൻപിൽ തൻ്റെ ജീവിതഭാരം സമയച്ചുരുക്കത്തിൽ തന്നെ അമ്മ ഒരു പുതിയ ജോലി നൽകി. അതും ദൈവമഹത്വത്തിനായി. നാം എവിടെയെല്ലാം ഈശോയുടെ നാമം ഏറ്റുപറയുന്നു അവിടെയെല്ലാം നമുക്കൊരു ഉദാഹരണം കൂടി, ഒരു സാക്ഷ്യം കൂടി ഈശോയ്ക്ക് സാക്ഷിയാകാനുള്ള
ഒരു സന്ദർഭമാണ് ഈ മക്കൾക്ക് ഇന്ന് ഈശോ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ അവർക്ക് നൽകിയിരിക്കുന്നത്. വളരെ ശക്തമായി അവർക്ക് ഏറ്റുപറയാവുന്ന ഒന്നാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും തന്നെ കുറവുണ്ടാവുകയില്ല. ഈശോ തന്നെ പറയുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് ഇതെല്ലാം ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നു. അവിടുന്ന് നൽകുന്ന ഒന്നും തന്നെ ചെറുതായിരിക്കില്ല. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളത്, നിങ്ങൾക്ക് ഒട്ടും തന്നെ സാധിക്കില്ല, അസാധ്യമായ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ നിയോഗത്തിൽ എഴുതാവൂ എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് കാരണം ഉടമ്പടി ജീവിതം വളരെ വളരെ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി ചെയ്യേണ്ട ഒന്നാണെന്ന് അച്ഛൻ എപ്പോഴും പറയുകയും നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നാം എപ്പോഴെല്ലാം ഉടമ്പടി പുതുക്കുന്നുവോ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ഓരോ പ്രാവശ്യവും ഞാനൊരു പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലുമ്പോഴും ഒരു പത്രം കൊടുക്കുമ്പോഴും ഒരു കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും എല്ലാം ഈശോയാണ് ഞാൻ കൈമാറ്റം ചെയ്യുന്നതും ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നു എന്നുള്ള ബോധ്യം എന്നിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി പൂർണ്ണമാകുന്നത്. അനിറ്റിൻ്റെ കുടുംബത്തിന് അത് തന്നെയാണ് സംഭവിച്ചത്. ഒരു ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഒരു ബെറ്റർ ഓഫറാണ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അവർക്ക് പ്രാപിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അസാധ്യതകളെയും, നമ്മുടെ ജീവിതത്തിൽ ഇനി ഒന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന, എല്ലാ സങ്കടപ്പെടുത്ത് ഇവിടെ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.